ഉത്തര കേരളത്തിലെ പുരാതനമായ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് വ്യാസേശ്വരം ശിവക്ഷേത്രം. വിശാല ബുദ്ധിയും ജ്ഞാനമയ പ്രദീപ്തവുമായ വ്യാസദേവൻ തപസ്സനുഷ്ഠിച്ചതുകൊണ്ട് ഈ പ്രദേശം വ്യാസേശ്വരം എന്ന് പ്രസിദ്ധമായി. ഇതാണ് പിന്നീട് ലോപിച്ച് വ്യാലീശ്വരവും ശേഷം വേലാശ്വരവുമായത്. പ്രശാന്ത സുന്ദരവും പ്രകൃതിരമണീയവുമായ ഒരു ആശ്രമ സങ്കേതത്തിന്റെ പ്രതീതിയുളവാക്കുന്ന തപോഭൂമിയിൽ ത്രേതായുഗത്തോളം പൗരാണികത്വമുള്ള ഭൂഗർഭസ്ഥിതമായ ഒരു സ്വയംഭൂലിംഗത്തിന്റെ ഉപരിഭാഗത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് വ്യാസേശ്വരത്തെ ശിവപ്രതിഷ്ഠ. ഒപ്പം ഉപദേവന്മാരായി വിഘ്നനാശകനായ ഗണേശനും വനശാസ്താവുമുണ്ട്. ഉപദേവന്മാരുടെ കൂട്ടത്തിൽ വനശാസ്താവ് മാത്രമല്ല, ശൈവഗുണ സങ്കല്പമായ കാവും ബ്രഹ്മരക്ഷസും ഉണ്ടെന്നത് ക്ഷേത്രത്തിന്റെ പൗരാണികത വിളിച്ചോതുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുഹ ഈ ചിന്തയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് ഒരിക്കലും വറ്റാത്തതും ഔഷധഗുണസമ്പന്നവും പരിപാവനവുമായ ഒരു ദിവ്യതീർത്ഥത്തിന്റെ സാന്നിധ്യമാണ് വ്യാസേശ്വരത്തിന്റെ ആത്മീയ ചൈതന്യധാരയ്ക്ക് കാരണമെന്ന് കാണാം. പ്രാചീന കാലത്ത് ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിതൃതർപ്പണത്തിനായി വ്യാസേശ്വരത്തേക്ക് പ്രവഹിച്ചിരുന്നതും ഇക്കാരണം കൊണ്ടായിരിക്കാം. തീർത്ഥസ്ഥാനത്ത് വ്യാസഗുരുവിൻ്റെതായി പറയപ്പെടുന്ന കാൽപാദങ്ങളുണ്ട്. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്തിനുപുറം വരെ കർണാടകയുടെ ദക്ഷിണഭാഗം ഭരിച്ചിരുന്ന ഇക്കേരി നായക്കന്മാരുടെ രാജഭരണത്തോളം പൗരാണികതയാണ് ക്ഷേത്രം അവകാശപ്പെടുന്നത്. രാജ്യസുരക്ഷയ്ക്കായി ബേക്കൽ, ഹോസ്ദുർഗ് എന്നിവിടങ്ങളിലെ കോട്ടകൾ പണിതപ്പോൾ കോട്ടക്ഷത്രിയർ അഥവാ കോട്ടയാർ രാമരാജ ക്ഷത്രിയർക്കായിരുന്നത്രേ ക്ഷേത്രത്തിന്റെ ചുമതല. ക്ഷേത്രത്തിന്റെ സമീപത്തായി ഇന്നും താമസിച്ചു വരുന്ന കന്നഡ മാതൃഭാഷയായ ചേരിയക്കാരന്മാർ ഇവരുടെ പിന്മുറക്കാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇക്കേരി നായിക്കന്മാരുടെ തനത് ശൈലി വ്യാസേശ്വരം ക്ഷേത്രവാസ്തുവിൽ പ്രതിഫലിക്കുന്നുണ്ട്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ക്ഷേത്ര ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്തും ചെങ്കല്ല് പാകിയിരിക്കുന്നു. 3 മുതൽ 4 വരെ സെന്റിമീറ്റർ മാത്രം വീതിയും 10ഓളം സെന്റിമീറ്റർ നീളവുമുള്ള ഓടാണ് മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ കരിങ്കല്ലിൽ തീർത്ത വ്യാളി, ഗജം എന്നിവയാണ് സോപാനത്തിന്റെ രൂപമെങ്കിൽ ഇവിടുത്തെ ചെങ്കൽ സോപാനത്തിന് ആടിന്റെ രൂപമാണ് കൊത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ കിണറിനുമുണ്ട് സവിശേഷത. ചെങ്കല്ലിൽ കൊത്തിയിറക്കി നിർമ്മിച്ച ആഴമുള്ള കിണറിൽ പടവോ ഇറങ്ങാൻ സഹായിക്കുന്ന യാതൊരു നിർമ്മിതിയുമില്ലെന്നത് ആശ്ചര്യമുളവാക്കുന്നു. പരിസര പ്രദേശങ്ങളിലെ കിണറുകൾ വറ്റിവരണ്ട് കിടക്കുമ്പോഴും ഈ കിണറിലെ സുലഭമായ ജലസാന്നിധ്യം ആശ്ചര്യകരമാണ്. തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ മറുവശത്ത് പാറക്കെട്ടിലൂടെ ഊറിയിറങ്ങുന്ന തീർത്ഥധാരയുമുണ്ട്. ആദ്യം ഒരു ചെറിയ കൽക്കെട്ടിലും ശേഷം സമീപത്തെ കുളത്തിലും തീർത്ഥജലം സംഭരിക്കപ്പെടുന്നു. ഇത്തിരി മാറി കാടുമൂടിയ ഒരു ഗുഹ. ഇവിടെയാണ് വ്യാസമഹർഷി തപസ്സനുഷ്ഠിച്ചതായി പറയപ്പെടുന്നത്. ഭക്ഷണാവശ്യങ്ങൾക്കായി ഉരുളി കമിഴ്ത്തിയ പാടുപോലും ഇവിടെ കാണാമെന്ന് പഴമക്കാർ പറയുന്നു. ശത്രുക്കളുടെ ആക്രമണത്തിനിരയായി അനേകം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ട കാലത്താണ് ഈ മഹാക്ഷേത്രത്തിന്റെ ക്ഷയവും സംഭവിച്ചിരിക്കുന്നത്. തന്റെ കുപ്രസിദ്ധമായ പടയോട്ടക്കാലത്ത് ഈ പുണ്യക്ഷേത്രത്തെ ആക്രമിച്ച ടിപ്പു സുൽത്താൻ ശ്രീകോവിലിൽ കടന്ന് ശിവലിംഗത്തെ വെട്ടിയതായി പഴമക്കാർ പറയുമ്പോൾ അതിന്റെ അവശേഷിപ്പായി നീണ്ട ഒരു പാടുണ്ടിവിടെ. തങ്ങളുടെ പ്രൗഢകാലത്തിന്റെ അന്ത്യമറിഞ്ഞ കോട്ടയാർ വംശീയർ ഒടുവിൽ ശ്രീ പുല്ലൂരപ്പന്റെ സന്നിധിയിൽ ഭരണമേൽപ്പിച്ച് ഒഴിഞ്ഞു പോവുകയാണത്രേ ഉണ്ടായത്. അങ്ങനെ വ്യാസേശ്വരം ക്ഷേത്രം പുല്ലൂർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രേശന്മാരായ നാലില്ലക്കാരുടെ കൈവശം വന്നു ചേർന്നു. നാടിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് നിദാനമായ ഈ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ അപ്പോഴും ഭംഗിയായി നടന്നു. എന്നാൽ ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ ഭൗതിക നാശം അതിന്റെ പരിസമാപ്തിയിലെത്തുകയായിരുന്നു. സാമ്പത്തിക പരാധീനത കാരണം ക്ഷേത്രോത്സവങ്ങൾക്ക് മാറ്റുകുറഞ്ഞു. നിത്യനൈമിത്തിക കർമ്മങ്ങൾ നാമമാത്രമായി. ക്ഷേത്രം ജീർണാവസ്ഥയെ പ്രാപിച്ചു. പക്ഷേ ഇല്ലായ്മകൾക്കിടയിലും അഭൂതപൂർവമായ ആ ദൈവചൈതന്യം നമുക്കിന്നും ഇവിടെ അനുഭവഗോചരമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നമ്മെ
നമ്മെ പ്രേരിപ്പിക്കുന്നതും. ക്ഷേത്രത്തിലെ മാലിന്യങ്ങൾ നീക്കി നവീകരിക്കുകയും നന്ദി വിഗ്രഹവും ഉപദേവന്മാരെയും യഥാവിധി പ്രതിഷ്ഠിക്കുകയും തീർത്ഥം, കുളം, ഗുഹ എന്നിവ സംരക്ഷിക്കുകയെന്നതാണ് പ്രശ്നവിധി. മഹാക്ഷേത്രത്തിന് അനുയോജ്യമായ വിധത്തിൽ പ്രാകാരവും ചുറ്റമ്പലവും ഉത്സവ ബലിബിംബവും പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. വ്യാസേശ്വരം കാത്തിരിക്കുകയാണ്. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കും ഒരിടവേള നൽകി നാമജപത്തിൽ ആശ്രയം തേടുന്ന ഏതാനും മനുഷ്യരെ മഹാദേവനിൽ സ്വയമർപ്പിച്ച് ആ കൃപാകടാക്ഷങ്ങൾ വേണ്ടുവോളം നുകരാൻ കാമിക്കുന്ന ജന്മജന്മാന്തരങ്ങൾ വരെ ആ സുഹൃതം മുറുകെ പിടിച്ച് ജീവിതയാത്ര തുടരാൻ ആഗ്രഹിക്കുന്ന ശിവഭക്തരെ, അവരുടെ നിസാരമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചെറിയ സഹായം മതി ഭൂതകാല പ്രൗഢിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ, വീണ്ടും ഈ മഹാക്ഷേത്രത്തെ പ്രാപ്തമാക്കുന്നതിന്.